ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും 10th പ്രിലിമിനറിയുടെ 2 സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻസ് ജൂലൈ 18th രാവിലെയും ഉച്ചയ്ക്കും എന്നുള്ള രീതിയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇനി മുന്നിൽ കാണുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടും എന്നുള്ള രീതിയിലായിരിക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് ആ സിലബസിലെ എന്നാൽ ഒരു മേജർ ഷെയർ എങ്കിലും കവർ ചെയ്യാൻ വേണം. കാരണം കുറേയധികം പേര് എക്സാം ഉണ്ടാകും, ഉറപ്പാണത്. കാരണം ഇത് LGS LDC രണ്ടിലേക്കും കൂടിയുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് ഈ പഠിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടും അധികം ഹറിബറി ആവാതെ ടെൻസ്ഡ് ആവാതെ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിച്ച് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, അതായത് ഒരു 60 അല്ലെങ്കിൽ ഒരു 65 ഡേയ്സിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാമത്തെ ആൾ SCERT നല്ലവണ്ണം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ 5 to 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. അത് വെറുതെ വായിച്ച് വിട്ടിട്ട് കാര്യമില്ല. ഓരോ സെന്റൻസിനും നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ 8, 9, 10 ഒക്കെ ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു കണക്റ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ പഠിച്ചു പോയാൽ അതിൽ നിന്ന് എന്ത് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കരുത്, അതിനോട് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം പ്രിലിംസിന് മാത്രമല്ല ഇത് മെയിൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഇപ്പം നമുക്ക് ഈ ഒരു പ്രിലിമിനറിയുടെ പോർഷൻസിൽ സിലബസിൽ തന്നിട്ടുള്ള പല കാര്യങ്ങളും ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസും ഉണ്ട് അതിൽ. ഇത് പലതും SCERT കിടക്കുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ആണെങ്കിലും ഹിസ്റ്ററി ജോഗ്രഫിയുടെ ഏരിയ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ SCERT നല്ലവണ്ണം പഠിച്ച് റിവൈസ് ചെയ്യണം. ഒരു ട്വൈസോ ത്രൈസോ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം അതിനുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. രണ്ടാമത് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് PYQ ആണ്. ഓക്കെ, 2021 തൊട്ട് 25 വരെയുള്ള കംപ്ലീറ്റ് ഓരോ വർഷവും എത്ര സ്റ്റേജസ് നടന്നിട്ടുണ്ടോ അതിന്റെ പേപ്പേഴ്സ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോ ഇത് വരുമ്പോൾ അതിന്റെ ടഫ്നെസ് കൂടാം കുറയാം. ഓക്കെ, വളരെ പണ്ടത്തെ ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നാം, പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ടഫായിട്ട് തോന്നാം. അതിൽ നമ്മൾ എന്തിന് ക്വസ്റ്റൻ പേപ്പേഴ്സ് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും എത്ര കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വർഷങ്ങളിലായിട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ മാത്സ് പോലുള്ള ഏരിയയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് പോലത്തെ സംഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനാണ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. സോ നിങ്ങളുടെ ഡെയിലിയിൽ ഈ ഒരു പേപ്പറെങ്കിലും വെച്ച് ആൻസർ ചെയ്യാനും ശ്രമിക്കണം. അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഓരോ ചോദ്യം റിലേറ്റഡ്, ഇപ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു, നിങ്ങൾ ആ ക്വസ്റ്റൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം നോക്കി, നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി അത് അറിയാത്തൊരു ഏരിയ ആണെങ്കിൽ ആ ഏരിയ അപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ SCERT പഠനത്തോടൊപ്പം നിങ്ങൾ PYQനെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡെയിലി മാത്സ് പ്രാക്ടീസ് ചെയ്യണം. കാരണം മാത്സ് ടഫ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓരോ ടൈപ്പ് എങ്ങനെ സോൾവ് ചെയ്യണം, ഷോർട്ട് കട്ട്സിലൂടെ സോൾവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതങ്ങനെ, ഫോർമുലാസ് വഴി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് രീതിയാണെങ്കിൽ അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ സ്പീഡ് കൂട്ടണം. മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത്രയും 3 കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു 72+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടി വരിക. അത് എന്താണ്, നമ്മൾ ആ എക്സാമിന് തൊട്ട് മുമ്പുള്ള മാസം വരെയുള്ള നമ്മുടെ ഇപ്പോൾ ഒരു ജനുവരി തുടക്കം തൊട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളിലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കൂടുതൽ നോക്കുക. കാരണം നമുക്ക് ഈ ബാക്കൗട്ടുള്ള വർഷത്തെ കുറച്ച് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും അറിയാത്ത വളരെ ടഫായിട്ടുള്ള അത്രയും ബാക്കൗട്ടുള്ള വർഷങ്ങളുടെ കുറേ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. മേ ബി 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്നിരുന്നാലും ജനുവരി നിങ്ങൾ എന്തായാലും നല്ലവണ്ണം പഠിക്കാം. പിന്നെ വേണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു നവംബർ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, മിക്കവരും പക്ഷെ പറയാനുള്ളത് ഒരു ബാക്കൗട്ട് 3 വർഷം, അതായത് ഇപ്പോൾ തൊട്ട് പിന്നെ ഒരു 2 വർഷം ബാക്കും കൂടെ നോക്കണം എന്നൊക്കെയാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ നോക്കും അല്ലെ, കുറേയധികം എന്താണ് ഒരു കടല് പോലെ കിടക്കുന്ന സംഭവമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കാം. ലേറ്റസ്റ്റ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവന്റ്സ് കോർത്തിനൊക്കെ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിൽ മുന്നിൽ കണ്ട് പഠിക്കുക എന്നുള്ളതാണ് അവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിൽ 10 മാർക്സ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ വരാൻ സാധ്യത. അപ്പോൾ അത് ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഞാനൊരു സമയം, അതായത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യേണ്ടതും കൂടെ ഞാൻ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഇത് ഇട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി SCERT ക്ലാസ് എടുക്കുന്നുണ്ട് 5 തൊട്ട് 10 വരെയുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ SCERT ക്ലാസിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒരു 150+ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഓരോ ചെറിയ ഏരിയ വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു പോകുന്നുണ്ട്. ഇതിനൊപ്പം പ്ലസ് കറണ്ട് അഫയേഴ്സിന്റെ കുഞ്ഞു ക്യാപ്സ്യൂൾ നോട്ട്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ നവംബർ തൊട്ടുള്ള അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അത് 10th പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഞാൻ ജനറലി LGS LDC VFA എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ കുറേ കുട്ടികൾ അത് എടുത്തിട്ടുണ്ട്, അത് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ടെസ്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട്. കാരണം ടെസ്റ്റുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോ ക്വസ്റ്റനും അറ്റംപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറയും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. നമ്മളിങ്ങനെ കുറേ നേരം ആലോചിച്ചിരിക്കും. അപ്പോൾ കുറേ അധികം പഠിച്ചു കൂട്ടുകാരല്ല, നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. എലോങ് വിത്ത് PYQന്റെ ഒപ്പം നമ്മൾ പ്രാക്ടീസും കൂടെ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഓരോ ചെറിയ ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ PYQ
കാണുമ്പോൾ ഓക്കെ അവർ സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ മനസ്സിലാവും. ഇനി അവർ ഇതുവരെ ചോദിക്കാത്ത ഏരിയാസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നത്. ഓരോ ഏരിയയിൽ നിന്നും നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്. SCRT ക്ലാസ് വെറുതെ വായിച്ചു വിടലല്ല, വീഡിയോ ക്ലാസ് ആയിട്ടാണ്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് കണ്ട് തന്നെ പഠിക്കണം. ടെക്സ്റ്റിലെ ആ ഫിഗേഴ്സ് അതൊക്കെ മനസ്സിൽ പതിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യവും മറക്കില്ല. നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു പേജ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരേ പാറ്റേണിലുള്ള പേജുകളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. സോ അത് ഓരോ ചാപ്റ്ററിനും ആ ചാപ്റ്ററിന്റെ ലുക്ക് വേറെ ആയിരിക്കും. അതിനോട് അസോസിയേറ്റ് ചെയ്ത് അവർ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഓരോ കളർ ബോക്സിലൊക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ജിയോഗ്രഫി റിലേറ്റഡ് ആണെങ്കിൽ മാത്സ് കൺസേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും കിട്ടും. ഓക്കെ, ജിയോഗ്രഫിയിലേക്ക് നിങ്ങൾ 9th ഒക്കെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ സോയിൽ, ഇന്ത്യയിലുള്ള സോയിലിന്റെ ഒരു മാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് സമതലത്തിന്റെ ഒരു മാപ്പ് ഉണ്ട്. അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ, സസ്യപ്രകൃതികളാണ് ഇന്ത്യയുടെ ഓരോ ഭാഗത്ത്, മുൾക്കാടുകളാണോ നിത്യഹരിത വനങ്ങളാണോ, അങ്ങനെ വെജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ആ മാപ്പ് വെച്ചിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ SCRT പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സ്കോറിംഗിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ മാക്സിമം അഡീഷണൽ ഫാക്ട്സ് ഓരോ ചാപ്റ്ററിനെയും റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. വെറുതെ വായിച്ചു വിടലല്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് ലേറ്റസ്റ്റ് നടന്നത് നിയമസഭ, പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 9th കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയും. കാരണം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചാലും ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ എടുക്കുക. അത് കറണ്ട് അഫയർ ഓറിയന്റഡ് ആയിട്ടും ഞാൻ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നടന്ന ഇലക്ഷൻ, അത് ഏത് ഡേറ്റിന് നടന്നു, എത്ര സംസ്ഥാനങ്ങളിൽ നടന്നു, അതുപോലെ തന്നെ ആരാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മുഖ്യമന്ത്രി ആയത്, അങ്ങനെ നടന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയർ ഫാക്റ്റും കൂടെ ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ഒരു ഇലക്ഷൻ കമ്മീഷൻ ആവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ, പറഞ്ഞപ്പോൾ അവർ ഒരിക്കലും പറഞ്ഞു പോയതാണ്. ഇനി എന്താണ് സെലക്ഷൻ കമ്മിറ്റി, അങ്ങനെയുള്ള കുറേ അധികം A to Z നമുക്ക് ഈ ഒരു എക്സാമിന് വിത്തിൻ ദി ലിമിറ്റ് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ടെക്സ്റ്റിൽ നിന്നും ഉള്ളതിൽ ഇല്ല, അതായത് ടെക്സ്റ്റിൽ ഉള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഏരിയാസും ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഏതിനോട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രിലിംസിനും മാത്രമല്ല മെയിൻസിനും ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും സമയം വൈകിട്ടില്ല. കാരണം ഇനി നമുക്കൊരു 60 അല്ലെങ്കിൽ 65 ഡേയ്സ് ആണുള്ളത്. ഈ SCRTയും PYQ മാത്സും കറണ്ട് അഫയേഴ്സും നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രിലിംസ് നിങ്ങൾ പാസ്സാകും. മെയിൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം LGSന്റെ സിലബസിൽ വലിയ വേരിയേഷൻസ് ഒന്നുമില്ല, മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മെയിൻസ് വരെയാണ് വാലിഡിറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന കംപ്ലീറ്റ് കോഴ്സിന്. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് നോക്കാം, ക്ലാസ്സുകൾ കേട്ട് നോക്കാം. ഇനി ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ ക്ലാസ് കേട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതും ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണ് എന്നോട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ കാര്യങ്ങൾ വേഗത്തിൽ കവർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ ആണെങ്കിലും സയൻസ് എന്നാണെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട സംഭവം SCRT തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് 10th പ്രിലിമിനറി ആണ്. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് PYQ വേണമെങ്കിൽ കംപ്ലീറ്റ് 21 to 25 വരെയുള്ളത് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം പേപ്പേഴ്സ് ഉണ്ട്, ഒരു 20 സെറ്റ് ഓൾമോസ്റ്റ് 20 സെറ്റ് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അത് അത്രയും, കാരണം ഓരോ വർഷത്തിലും 5 or 6 സ്റ്റേജസ് ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ നിങ്ങളായിട്ടൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് പോകാം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ഇതാണ് നിങ്ങളുടെ മാർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക. ഓക്കെ, ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ വേണം, അങ്ങനെ ഒരു ഇത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നോക്കട്ടെ, പ്രിപ്പയർ ചെയ്ത് ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഇടാൻ ശ്രമിക്കാം. അതായത് ജസ്റ്റ് സബ്ജക്ട് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ SCRT ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു SCRT ക്ലാസ്, ടെസ്റ്റ് സീരീസ്, കറണ്ട് അഫയേഴ്സ് ഇത് കംപ്ലീറ്റ് അൺടിൽ ദ മെയിൻസ് എക്സാം വരെ കിട്ടും. ഓക്കെ, കാരണം ഇത് എല്ലാം PYQ ഓറിയന്റഡ് ആയിട്ടും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടും വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതിൽ എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ പോലെ കിട്ടും. ഇനി ഇതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്ന കുറേ കാര്യങ്ങളിലും എന്താണ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഞാൻ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. പലപ്പോഴും എന്താണ് പലരുടെയും മാർക്ക് പോകുന്നത് SCRT കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. വലിയ റാങ്ക് ഹോൾഡേഴ്സ് പോലും പറയാറുണ്ട് SCRT 2-3 തവണ കവർ ചെയ്തതുകൊണ്ടാണ് അവർക്ക് അത്രയും മാർക്ക് കിട്ടിയത്. കാരണം അവർ വേറെ ചിലപ്പോൾ മെറ്റീരിയൽസ് പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മൾ വലിയ സാധനങ്ങൾ തപ്പുമ്പോൾ നമ്മൾ എന്താണ് ഈ പറയുന്ന സംഭവങ്ങളൊന്നും നോക്കൂല. കാരണം അവർ എക്സാക്ട് ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും ചോദിക്കുക.
ഇത് ഡിഗ്രിക്ക് വരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്കധികം ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നതും ടെസ്റ്റ് സീരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി ഓരോന്നും റെഫർ ചെയ്ത് ഓരോ സെക്ഷനിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആയിട്ടാണ് ക്വസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അത്രയ്ക്കധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലേ. 150 എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാനൊരു 1500+ ക്വസ്റ്റൻസ് വരും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും ദിവസങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എക്സാം അധികം ടെൻസ്ഡ് ആവാതെ റിവിഷനൊക്കെ സെറ്റ് ആക്കി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.